നീറും മനസ്സുകളിൽ ആശ്വാസമേകും നിർമ്മല സോനമേ മേരി മാതേ, നിൻ പദമലരിൽ അഭയം തേടും നീജരീദാസരേ ധന്യരാക്കൂ, നിൻമിഴിനീരാൽ ശുദ്ധരാക്കൂ. ഈശോയിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 30-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവേ, നിന്റെ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകളോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഈ ദിനങ്ങളിലൂടെ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി നീ ചൊരിയുന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിതാ എളിമയോടെ നന്ദി പറയുന്നു. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഈശോ നമ്മളിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും, ഈ ദിവസങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിലൊന്ന് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും കരുതുന്ന, സ്നേഹിക്കുന്ന നിൻ്റെ അനന്തമായ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, നിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ, തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെ ശുശ്രൂഷകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവെ, നിന്നെ കൂടുതൽ അറിയുവാനായി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത യാത്രകളിൽ അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ, കൂടെയുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ മനസ്സിലോർക്കാം. വചന ശുശ്രൂഷയെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവീക ചൈതന്യത്തിൻ്റെ നിറവ് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ, വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ, യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ, കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ. ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ. ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. പരിശുദ്ധാത്മാവേ, വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. നമുക്ക് ഏറ്റവും തീഷ്ണതയോടെ വിശ്വാസത്തോടെ പന്തക്കൊസ്ത പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ.
ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, എളിമ, ക്ഷമ, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അതിശക്തമായൊരു വചനം ഇതാണ്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാകുന്നു. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാകുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തമായ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് രക്തത്തിൽ മുക്കിയ മേലങ്കി ഈശോയുടെ പീഡാസഹനത്തെ, കാൽവരി യാത്രകളെ, കുരിശുമരണത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും രക്ഷ നൽകിയത് തൻ്റെ ജീവിതത്തിലെ സഹനത്തിലൂടെയാണ്. തൻ്റെ ജീവിതം നമുക്കായി ബലിയർപ്പിച്ചുകൊണ്ടാണ് മാനവകുലത്തിന് ഈശോ രക്ഷ നൽകിയതെങ്കിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ, പ്രയാസങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളെ, സങ്കടങ്ങളെ, രോഗങ്ങളെ, ദുരിതങ്ങളെ രക്ഷാകരമാക്കി തീർക്കുവാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന്. ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതം. കാൽവരി യാത്ര വേദന നിറഞ്ഞതായിരുന്നു, സഹനം നിറഞ്ഞതായിരുന്നു. പ്രിയമുള്ളവരെ, രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ സ്വന്തമാക്കണമെങ്കിൽ കുരിശു വഹിക്കണം. കുരിശില്ലാതെ രക്ഷയില്ല. സഹനങ്ങൾ നമ്മളെ രക്ഷയിലേക്ക് നയിക്കുമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ചിന്തയിലൂടെ. തമ്പുരാൻ പറയുകയാണ്, ദുഃഖവെള്ളിയുടെ അനുഭവങ്ങളില്ലാത്തവന് ഉയർപ്പിൻ്റെ ആനന്ദം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെയും ജീവിതത്തിൽ കുരിശുകളുണ്ട്, സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ അതിൽ തളർന്നു പോകരുത്. സ്വർണം എങ്ങനെ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നുവോ, ശോധന ചെയ്യപ്പെടുന്നുവോ, അതുപോലെ തൻ്റെ സ്നേഹിതർക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സഹനത്തിൻ്റെ തീച്ചൂളയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ സഹനങ്ങൾ നമ്മളെ രക്ഷയിലേക്ക്, ദൈവീക കൃപകളിലേക്ക് ചേർത്ത് വയ്ക്കുന്നതാണ്, നയിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഇന്ന് ദിനം ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പാഠമിതാണ്. ഇന്നത്തെ വചനത്തിലൂടെ, ധ്യാനചിന്തയിലൂടെ സഹനങ്ങൾ ജീവിതത്തിലുണ്ടാകും. ആ സഹനങ്ങളെ തമ്പുരാൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് രക്ഷാകരമായി തീരും. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയുണ്ട്. സ്നേഹന്മാരോട് കൂടെ ഗെത്സമേൻ തോട്ടത്തിലെത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് ഈശോ ഇതാ ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കുകയാണ്. ഈശോ ഒരു കല്ലേറ് ദൂരം മാറി നിന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ ഒന്ന് എടുത്തു മാറ്റണമേ. നാളെ ഇതാ തൻ്റെ ജീവിതം കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ പറയണത്, പിതാവേ, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണമേ. വലിയൊരു സഹനമാ തൻ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പോകുന്നത്. പിതാവേ, ഇതൊന്ന് മാറ്റിത്തരണമേ. അത് അവൻ്റെ വേദനയുടെ ആധിക്യത്താൽ വിയർപ്പ് തുള്ളികൾ രക്തകണങ്ങളായിട്ട് മാറുകയാണ്. പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ദൈവം മാലാഖയെ അയക്കുകയാണ്. ദൈവദൂതൻ അവൻ്റെ പക്കലേക്ക് കടന്നു വരുന്നു. തൊട്ടടുത്ത വാക്കിൽ ഈശോ പറയുകയാണ്, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. നോക്കിക്കേ, ജീവിതത്തിൽ സഹനമുണ്ടാകാൻ പോകുമ്പോൾ ഈശോ പറയുന്ന ഇതാണ്, പിതാവേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന്. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കല്ലേറു ദൂരം നീ മാറിയിരുന്ന്
കണ്ണുകൾ ഉയർത്തി നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. തമ്പുരാൻ പറഞ്ഞിട്ടില്ലേ, ഈശോ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകനെ അയക്കും, സഹായകൻ വരും. പരിശുദ്ധാത്മാവിനെ തമ്പുരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്തിനാണ്? ജീവിത സഹനങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ അടിപതറാതെ പ്രത്യാശയോടെ മുന്നേറാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളെ, പ്രലോഭനങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ നിറവിൽ അവയെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും. എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് തമ്പുരാൻ ഇടപെടും. എൻ്റെ സഹനങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അതാണ് കല്ലേറ് ദൂരം മാറി നിൽക്കുക, തമ്പുരാൻ്റെ പക്കലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാൻ്റെ കൃപകളിലേക്ക്, നന്മകളിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഈശോയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, ഇത് ജ്ഞാനികൾ തമ്പുരാനെ സന്ദർശിച്ചു, അവർക്ക് തമ്പുരാൻ പുതിയ വഴി കാണിച്ചു കൊടുത്തതുപോലെ സഹനങ്ങളുടെ നടുവിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ആർത്തിരമ്പുന്ന തിരമാലകളിൽ ആടിയൊലയുന്ന തോണിയുടെ ഉള്ളിൽ ഇതാ തമ്പുരാൻ്റെ സാന്നിധ്യമുണ്ട്, യേശുവുണ്ട്. അവൻ പറഞ്ഞടങ്ങുക, ശാന്തമാവുക. കാറ്റും കോളും ശമിച്ചു, കടലിൽ വലിയ ശാന്തതയുണ്ടായി എന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, ചെങ്കടലിൻ്റെ നടുവിൽ പാതയൊരുക്കിയവൻ, രാത്രിയും പകലും അഗ്നിമേഘ സ്തംഭങ്ങളായി ഇസ്രായേൽ സമൂഹത്തെ നയിച്ചവൻ എൻ്റെ ജീവിത പ്രതിസന്ധികളിൽ എന്നെ നയിക്കും. ആ ജീവിത പ്രതിസന്ധികളെ അനുഗ്രഹമാക്കി, അഭിഷേകമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മ അങ്ങനെയാണ്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? വലിയ ഒരു ചോദ്യമാണ്. ആ ചോദ്യങ്ങളെല്ലാം തമ്പുരാന് വിട്ടുകൊടുത്തപ്പോൾ തമ്പുരാൻ്റെ ശക്തമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ജീവിതത്തെ രക്ഷയിലേക്ക്, കൃപയിലേക്ക്, സൗഖ്യത്തിലേക്ക്, നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതുപോലെ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് നമ്മൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതവും കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. സഹനങ്ങളെ തമ്പുരാൻ രക്ഷാകരമാക്കി തീർക്കും. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിത സഹനങ്ങളെ സമർപ്പിക്കുന്നു. രോഗങ്ങളെ, സങ്കടങ്ങളെ, ദുരിതങ്ങളെ, പ്രയാസങ്ങളെ എല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഇടപെടുവാൻ കഴിവുള്ളവനാണ് അങ്ങെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ജീവിത സഹനങ്ങളിൽ അടിപതറാതെ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ പാതയെ പിൻചൊല്ലുവാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്ത് വഴിയൊരുക്കുവാൻ കഴിവുള്ളവനാണ് നീ എന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ നിൻ്റെ സന്നിധിയോട് ഞങ്ങളിതാ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. സമുദ്രതാരകമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദീപ്തമായ സമുദ്ര താരമേ, നിനക്ക് സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യകയെ, സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വായുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ, ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്ധർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു. അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടട്ടെ. സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ, നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു. കന്മഷരഹിതയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മറിയത്തിൻ്റെ സ്തോത്രഗീതം.
മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. കരങ്ങൾ കുപ്പി പിടിക്കാം, കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളെ, ഇന്നിൻ്റെ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലോർക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ എന്നും കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഇന്നിൻ്റെ ജീവിത മേഖലകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ, യാത്രകൾ, വഴികളെല്ലാം വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. നിൻ്റെ വിശുദ്ധിയുടെ വലിയ കൃപയും അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും കരങ്ങൾ കുപ്പി പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും മാധ്യസ്ഥ സംരക്ഷണം നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.